ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ കീം എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഘട്ടത്തിലും വേണ്ട സപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ടൂളുകൾ, ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഒരു അവസരത്തിൽ ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ജൂലൈ 25 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്ന് 11 മണി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഫീസുകൾ അടയ്ക്കാനുണ്ടായിരുന്ന ടോക്കൺ ഫീസ് അടച്ച് റെസിപ്റ്റും അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഇതുവരെയും എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഈ ഒരു 11 മണി വരെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി ആ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇൻ കേസ് ചിലപ്പോൾ വൈകി അതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നാലായി. എന്തായാലും നിലവിൽ ജൂലൈ 25 11 മണി വരെ ഉണ്ടായിരുന്ന ആ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഓപ്ഷൻ കൺഫർമേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് ഔദ്യോഗികമായിട്ട് തന്നെ വരുന്ന നിമിഷങ്ങളിൽ ഒരു ഒഫീഷ്യൽ സർക്കുലർ ഇറങ്ങിക്കൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് മുമ്പുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ആ ഒരു ടൈം ലൈനിനുള്ളിൽ നിങ്ങൾ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും കൺഫേം ചെയ്യാനും ഒക്കെ സമയമുണ്ട്. അത് എന്താണ്, ഈ അലോട്ട്മെന്റ് കിട്ടിയവരും കിട്ടാത്തവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ലൈവ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയുക. പ്രധാനമായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ലൈവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ടൈം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, അത് PDF ആയിക്കോട്ടെ, ഫീസ് സ്ട്രക്ചറിൻ്റെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് കോളേജ് ദിവസത്തെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, അതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫുകൾ ഈ വർഷത്തെ കീം 2025 കട്ട് ഓഫ് ഉൾപ്പെടെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അസിസ്റ്റന്റ് സപ്പോർട്ട്, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു അസിസ്റ്റന്റ് സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്തിരിക്കുക. കാരണം ഈ അവസാന സമയത്ത് നിങ്ങൾക്ക് ആ രീതിയിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പ്രധാനമായിട്ട് നിങ്ങൾ എല്ലാവരും ഫീസ് അടച്ചു എന്നും അലോട്ട്മെന്റ് മെമ്മോ എടുത്തു വെച്ചു എന്നും നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്ത പോലെ ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെച്ചു എന്നും വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ കൺഫർമേഷന് വേണ്ടിയുള്ള സമയം അനുവദിക്കുമ്പോൾ അത് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ വരുന്നതിനനുസരിച്ച് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റുകളായിട്ട് ചെയ്യുക. ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലെ പല മെസ്സേജുകൾക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സോറി ചോദിക്കുന്നു. അത് നിങ്ങളുടെ മുന്നിലേക്ക് ആക്റ്റീവായിട്ട് വീണ്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും. തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിർത്തുന്നു.